ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫെബ്രുവരി 13 ചൊവ്വാഴ്ച ദിവസം ഗണേശ ജയന്തിയാണ്. ചതുർത്ഥി തിഥിയാണ്. മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 13 ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഗണേശ ജയന്തി ആയിട്ടാണ് ആചരിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകതയാണ്. കാളീദേവിയെയും പാർവതീദേവിയെയും കാർത്തികേയനെയും വിഘ്നേശ്വരനെയും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസം തന്നെയാണ് ചൊവ്വാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ വളരെ വിശേഷമാണ് ഈ ഗണേശ ജയന്തി. തമിഴ്നാട്ടിലൊക്കെ പെൺകുട്ടികൾ നല്ല വിവാഹം നടക്കുന്നതിനായിട്ട് ആ ദിവസം, അതായത് ഗണേശ ജയന്തി ദിവസം വ്രതമെടുത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ചൊവ്വാഴ്ച ദിവസം ഈ ജയന്തി, ഗണേശ ജയന്തി വരുവാണെങ്കിൽ ആ ദിവസം വ്രതമൊക്കെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ, അതായത് കേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ അതിലൊക്കെ വിജയിക്കാനായിട്ട് സഹായിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, അതാണ് ഉത്തമം. അതുപോലെ തന്നെ ഗണേശ ജയന്തി ദിവസം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നമുക്ക് ജപിക്കാം. വിഘ്നേശ്വര ഗായത്രി, ഗണേശ ഗായത്രി മന്ത്രമൊക്കെ നമുക്ക് ജപിക്കാം. ഭഗവാന് കർഗമാല ക്ഷേത്രത്തിൽ പോയി സമർപ്പിക്കാം. മോദക വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ വീട്ടിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ വെക്കുന്നത് വളരെ നല്ലതാണ്. ചന്ദ്രനെ കാണാൻ പാടില്ല അന്നത്തെ ദിവസം, അതായത് ഈ ചതുർത്ഥി ദിവസത്തിൽ ചന്ദ്രനെ കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചന്ദ്രനെ കണ്ടാൽ നമ്മൾ നാണക്കേട് നമുക്കുണ്ടാകും, ജാള്യതയുണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം കഴിവതും ചന്ദ്രനെ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അന്നത്തെ ദിവസം മധ്യാഹ്ന ഗണേശ പൂജാ മുഹൂർത്തമുണ്ട്. അതായത് ഉച്ചയ്ക്ക് 13 ഉച്ചയ്ക്ക് 11:25 മുതൽ 1:48 വരെയുള്ള സമയം. അതായത് ഉച്ചയ്ക്ക് 13 ഉച്ചയ്ക്ക് 11:25 മുതൽ 1:48 വരെയുള്ള ആ ഒരു സമയം ഭാരതത്തിൽ വളരെ വിശേഷമാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത്, അതായത് ഒരു ഉച്ച സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. പൂജകളൊക്കെ നടത്തുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശുദ്ധമായിട്ട് അന്നത്തെ ദിവസം നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഭഗവാൻ എന്തെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്ത് ഒന്ന് വിളക്ക് കത്തിച്ച്, ഈ സമയത്ത് വിളക്ക് കത്തിച്ച് ഭഗവാൻ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അന്നത്തെ ദിവസം 3 നേരവും ഭഗവാന് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതല്ല, നമുക്കിപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ്, ഭൂരിഭാഗം ആളുകൾക്കും ജോലി കാണും. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ആ സമയത്ത് ഭഗവാനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഓർക്കുന്നത് വളരെ വിശേഷമാണ്. ആ സമയത്തൊക്കെ നമുക്ക് ഓം വിഘ്നേശ്വരായ നമയെന്നോ അല്ലെങ്കിൽ ഓം ഗംഗണപതി നമയെന്നോ ഒക്കെ നമുക്കൊന്ന് ജപിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ തടസ്സങ്ങളും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഇനിയിപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോലും നമ്മൾ വിചാരിക്കുകയാണ് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഒന്ന് പ്രാർത്ഥിക്കണം, ജപിച്ചു തുടങ്ങണമെന്ന് വിചാരിച്ചാൽ ചിലപ്പം അതിനു പോലും പറ്റില്ല. അങ്ങനെയാണ് ഈ കഷ്ടകാലമുള്ളവർക്ക്, അല്ലേ? കഷ്ടകാലമുള്ളവർക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ കാണും. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കണം, അതല്ലെങ്കിൽ ഭഗവാന്റെ മാല ഒരു 16 മാല ജപിക്കണം, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അല്ലെ, വിഷ്ണു സഹസ്രനാമം ജപിക്കണം, കുറച്ചു നേരം ഒന്ന് നാമം ചൊല്ലണം, ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം, ഓരോരോ ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മുടെ കഷ്ടകാല സമയത്ത് നമുക്കുണ്ടാകുന്നതാണ്. ഈശ്വരനെ വിളിക്കാൻ പോലും നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ കഷ്ടകാല സമയത്തുണ്ടാകും. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം ഒന്ന് മാറ്റുന്നതിന് നമ്മൾ വെറുതെ ഇരിക്കുമ്പം വിഘ്നേശ്വരനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വിളക്ക് കത്തിച്ച് കുളിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ബസ്സിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലിക്ക് ഇരിക്കുന്ന സമയത്തോ ഒക്കെ
വിഘ്നേശ്വരനെ വിളിച്ചിട്ട് എനിക്ക് ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി തരണേ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പം അറിയാതെ തന്നെ നമുക്ക് ഈ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് മനസ്സിലാകും. കാരണം ഭഗവാന്റെ വാഹനം എലിയാണ്. എലിയെ എന്തിനാണ് ഭഗവാൻ തൻ്റെ വാഹനമായി തിരഞ്ഞെടുത്തത്? കാരണം എലിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്താണ്? ചുണ്ടലിയാണ് ഭഗവാന്റെ വാഹനം. ചുണ്ടലിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? എന്തും കരണ്ട് തിന്നും അല്ലേ? ഇങ്ങനെ കരണ്ട് ഏത് കട്ടിയുള്ള സാധനമായാലും ഈ എലി ഇങ്ങനെ കരണ്ട് തിന്ന് അതിനെ ഒരു തുളയുണ്ടാക്കി വെക്കും, എന്നിട്ട് അതിനകത്തൂടെ പുറത്ത് വരും, അല്ലെ കരണ്ട് തിന്നും. അപ്പോൾ ഏതൊരു തടസ്സമാണെങ്കിലും അതിനെയൊക്കെ ഇങ്ങനെ കരണ്ട് തിന്ന് ആ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് എലിക്കൊരു പ്രത്യേകമായ കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ചുണ്ടലിയെ ഭഗവാൻ തൻ്റെ വാഹനമായിട്ട് സ്വീകരിച്ചത്. കാരണം ബാക്കി നമുക്കറിയാം, ബാക്കി ദേവന്മാരുടെ വാഹനങ്ങളെല്ലാം ഉണ്ട്. ആ വാഹനങ്ങളുടെ പുറത്തൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പറ്റും അല്ലേ? ഇപ്പം നന്ദി ഭഗവാന്റെ പുറത്താണെങ്കിലും അല്ലെങ്കിൽ ഗരുഡ ഭഗവാന്റെ പുറത്താണെങ്കിലും, വേലായുധ സ്വാമിക്ക് മയിലാണ്, അതിൻ്റെ പുറത്താണെങ്കിലും സിംഹത്തിൻ്റെ പുറത്താണെങ്കിലും ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും മറ്റുള്ള ദേവീ ദേവന്മാരുടെ വാഹനങ്ങളുടെ പുറത്ത്. പക്ഷേ വിഘ്നേശ്വരന് എലിയുടെ പുറത്ത് സഞ്ചരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളെല്ലാം കരണ്ട് തീർക്കും. എലിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, എന്തുകൊണ്ട് വെച്ചാലും അതിങ്ങനെ കരണ്ട് തിന്നും. അതിന് ആഹാര സാധനം തന്നെ ആകണമെന്നൊന്നുമില്ല. ഇലക്ട്രിക് വയറാണെങ്കിലും ബുക്കുകളാണെങ്കിലും തുണിയാണെങ്കിലും എന്താണെങ്കിലും അതിങ്ങനെ കരണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു കല്ല് കൊണ്ട് വെച്ചാൽ പോലും അതേ ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് കരണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റുന്നതിന് എലിക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന്റെ വാഹനം എലിയായത്. ഭഗവാന്റെ ആ രൂപത്തിന് തന്നെ ഒരുപാട് സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. നമ്മളിതിനു മുമ്പൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ തലയും ഒക്കെ അല്ലേ. ഒന്ന് ആലോചിക്കൂ, ഓരോ ഭാഗങ്ങളും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആനയുടെ തല, വലിയ കുടവയറ്, വലിയ ചെവി അല്ലേ, തുമ്പിക്കൈ, ഇങ്ങനെ ഒരു ചേർച്ചയുമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്നിട്ട് മനുഷ്യൻ്റെ രൂപം, ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടും എത്ര ഭംഗിയാണ് വിഘ്നേശ്വരനെ കാണാൻ. എത്ര ഭംഗിയായിട്ട് എപ്പോഴും വിഘ്നേശ്വരൻ എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഫോട്ടോകളിലൊക്കെ വിഘ്നേശ്വരൻ ഒരുങ്ങി ഒരു രാജാവിനെ പോലെയാണ് ഇരിക്കുന്നത് അല്ലേ, ഒരു രാജകുമാരനെ പോലെ അത്രയും സൗന്ദര്യത്തോടു കൂടിയാണ് വിഘ്നേശ്വരൻ ഇരിക്കുന്നത്. ഈ കുടവേറുമൊക്കെ വെച്ച് വലിയ പൊക്കമൊന്നുമില്ല, എന്നിട്ടും ഇത്രയും ഭംഗി എന്തുകൊണ്ടാണ് ഭഗവാന് വരുന്നത്? അതാണ് ഭഗവാന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിദ്യാദേവതയാണ് ഭഗവാൻ, ഒരുപാട് ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ടാണ് ആനത്തലയുള്ളത്, അതുപോലെ വലിയ ചെവികളാണല്ലേ. ശ്രദ്ധയാണ് അവിടെ ആ ചെവി ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം ഗ്രഹിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണല്ലേ. അപ്പോൾ നല്ല വിദ്യ ഉണ്ടാകുന്നതിന് വേണ്ടി, ഓർമ്മയുണ്ടാകുന്നതിന് വേണ്ടി, നല്ല ആരോഗ്യമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. തടസ്സങ്ങളൊക്കെ മാറ്റി മുമ്പോട്ട് നയിക്കുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കാം. സമ്പത്തുണ്ടാകുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കാം. അങ്ങനെ എന്ത് കാര്യം നമുക്കുണ്ടാകണമെങ്കിലും അതിനൊന്നും ഒരു തടസ്സങ്ങൾ ഉണ്ടാകരുത്. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഇതാണ് ഗണേശ ജയന്തിയെ പറ്റി പൊതുവെ പറയാനുള്ളത്. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ മഹാഭാരതം എഴുതിയതാരാണ്? വിഘ്നേശ്വരനാണ് അല്ലേ. വ്യാസഭഗവാൻ ഗണപതിയെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. നിർത്താതെ അർത്ഥം ഗ്രഹിച്ച് എഴുതിയ ആളാണ് ഗണപതി. അതുകൊണ്ട് അത്രയും ബുദ്ധിശാലിയാണ്. അപ്പം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പ്രായമായവർ വരെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു ദേവതയാണ് വിഘ്നേശ്വരൻ. അപ്പോൾ 13-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ഗണേശ ജയന്തിയാണ്. മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി തിഥിയാണ്. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. 3 നേരവും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ അന്നത്തെ ദിവസം ഭഗവാന്റെ പിറന്നാളാണ്.
നമ്മളെല്ലാ മാസവും പക്കപ്പിറന്നാളെന്ന് പറഞ്ഞ് ആഘോഷിക്കുമല്ലോ, അതുപോലെ അന്ന് ഭഗവാൻ ഇഷ്ടപ്പെട്ടതൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, നമ്മൾ ഉണ്ണിയപ്പമായാലും മോദകമായാലും ഒക്കെ അല്ലെങ്കിൽ പഴമാണെങ്കിലൊക്കെ വെക്കുമ്പോൾ ഈ 2 or 3 എണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് വെക്കരുത്. കാരണം ഭഗവാന് വലിയ നിറവ് വേണം. അപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് വെക്കുക. കൊച്ചു പാത്രത്തിലായാലും മതി, ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെക്കണം. വലിയ പാത്രത്തിൽ ഒരു 2-3 എണ്ണം വെക്കുമ്പോൾ കുറച്ചുള്ളതുപോലെ തോന്നത്തുള്ളൂ. അപ്പോൾ ഒരു കൊച്ചു പാത്രമാണെങ്കിൽ ഇപ്പോൾ ഒരു 10 എണ്ണയോ അല്ലെങ്കിൽ 5 എണ്ണയോ ഉള്ള ഒരു കൊച്ചു പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ കൂമ്പാര രീതിയിൽ വെച്ചിട്ട് വേണം ഭഗവാന് വെക്കാനായിട്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ.